വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൈസൂർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ബാക്കി മൈസൂർ സൈറ്റ് സീയിങ് ഒക്കെ. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് ബാഗിൽ വെച്ചിട്ട് നമ്മൾ കാറ് കൊണ്ടുവച്ചിട്ട് നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കാറൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈസൂർ മാളിൻ്റെ പുറത്ത് തന്നെയുള്ള ചാർജിങ് സ്റ്റേഷനിലാണ് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ കാർ ഇവിടുന്ന് ചാർജ് ആകുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമെന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. ആക്ച്വലി മോള് ഓപ്പൺ ആയിരുന്നില്ല. ഇപ്പോൾ സമയം രാവിലെ 8 മണിയാണ്. അപ്പോൾ മോള് ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ മാത്രമേ ഇവിടെ ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മോളിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ബൈ വാക്കിംഗ് ആണ് നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായത്. ഞാനും അമ്മയും നവിയും മസാല ദോശയും അച്ഛൻ ഇഡ്ഡലിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ആയിട്ടാണ് സൂ ഉള്ളത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ സൂവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൂവിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ക്യാപ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് സൂവിൻ്റെ എൻട്രൻസ് വരുന്നത്. ഈ എൻട്രൻസിൽ ഒരു അണ്ടർഗ്രൗണ്ട് പാത്വേ ഉണ്ട്. അതിലൂടെ പോയാൽ നമുക്ക് റോഡിൻ്റെ മറുവശത്ത് എത്താൻ വേണ്ടി പറ്റും. അവിടെയാണ് സൂവിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഇവിടെ എത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും കാറ് ഫുൾ ചാർജ് ആയിട്ടുണ്ടായിരുന്നു. അച്ഛൻ നവിയും മാളിൻ്റെ അവിടെ നിന്ന് കാറെടുത്ത് സൂവിൻ്റെ ഓപ്പോസിറ്റ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ് ഉണ്ടായത്. അപ്പോഴേക്കും നമ്മൾ 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ സൂവിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഉണ്ടായില്ല സൂവിൻ്റെ അകത്ത്. എനിക്ക് നിങ്ങൾക്ക് വാക്കിംഗ് ബുദ്ധിമുട്ടാണെങ്കിൽ സൂവിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബാറ്ററി ഓപ്പറേറ്റഡ് കാർസും അവൈലബിൾ ആണ്. ആദ്യം തന്നെ സൂവിൻ്റെ അകത്ത് ബേർഡ്സിൻ്റെ സെക്ഷനായിരുന്നു ഉണ്ടായത്. ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള ബേർഡ്സ് അവിടെ ഉണ്ടായിരുന്നു. ചെവി കുത്തുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാക്കിംഗ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബാറ്ററി ഓപ്പറേറ്റഡ് കാർസ് തന്നെ എടുക്കാൻ നോക്കുക. കാരണം അറൗണ്ട് ഒരു 5 kilometer വാക്കിംഗ് ഉണ്ട് നമുക്ക് ഫുള്ള് സൂ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ. അങ്ങനെ നടന്ന്
നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിനെ എടുത്തെത്തിയിട്ടുണ്ട്. ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ആനിമൽസിനൊക്കെ കണ്ട് നമ്മളിപ്പോൾ സ്നേക്സിൻ്റെ ഏരിയയിൽ എത്തിയിട്ടാണുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാ ആനിമൽസിനെയും കണ്ടിട്ട് നമ്മൾ സൂന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. സമയം ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹംഗ്രി ആയിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ സൂന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ആടും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതേ ഹോട്ടലിൽ തന്നെ ആയിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് മൈസൂർ ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടൂർ പാക്കേജുകാരും ഇവിടുന്ന് തന്നെയാണ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എടുക്കാറുള്ളത്. അതാണ് ഈ ഒരു ഹോട്ടൽ ഇത്ര ഫേമസ് ആവാൻ വേണ്ടിയിട്ട് കാരണം. അത് മാത്രമല്ല, പണ്ട് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ടൂർ വന്നിട്ടുണ്ടായിരുന്നു മൈസൂർ. ആ സമയത്ത് നമ്മളുടെ ട്രാവൽ ഗ്രൂപ്പും ഇവിടുന്ന് തന്നെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ എടുത്തിട്ടുണ്ടായത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടേസ്റ്റി ആയിരുന്നു, പക്ഷേ ലഞ്ച് മീൽസ് ആയിരുന്നു ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായത്. അത് ആവറേജ് മാത്രമായിരുന്നു, അത്ര ടേസ്റ്റി ഒന്നും ആയിരുന്നില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് മൈസൂർ പാലസിലേക്കായിരുന്നു. ഇതൊരു 5 മിനിറ്റിൻ്റെ ദൂരമാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് മൈസൂർ പാലസിലേക്ക്. പാലസിലെത്തിയാടും അച്ഛൻ വേഗം ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 120 റുപ്പീസാണ് പെർ ഹെഡ്. അറൗണ്ട് ഒരു 2:15 ആയപ്പോഴാണ് നമ്മൾ പാലസിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായത്. ഇശിലു നല്ല ഉറക്കത്തിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇശിലു പാലസിൻ്റെ വ്യൂ ഒന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല. പാലസിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മളിവിടെ ഷൂസൊക്കെ നമ്മളത് കൊടുത്തിട്ട് വേണം പാലസിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. പാലസിനകത്ത് ഇതുപോലത്തെ ഷോപ്സൊക്കെ ഉണ്ട്. ഇവിടെ മൈസൂർ ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ കുറച്ച് എക്സ്പെൻസീവും ആണ്. കാരണം ഞാനിവിടെ മൈസൂർ സാൻഡലിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ അത് പുറത്തുള്ളതിനേക്കാൾ ഇവിടെ കൂടുതലായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇപ്രാവശ്യത്തെ മൈസൂർ പാലസിലെ ഈ വിസിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മിക്ക റൂംസും ഏരിയാസൊക്കെ ഇതുപോലെ കയറ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വെറും 5 മിനിറ്റ്സിനുള്ളിലാണ് നമ്മൾ പാലസ് മൊത്തം കണ്ട് ഇറങ്ങിയിട്ടുണ്ടായത്. കാരണം മെയിനായിട്ടുള്ള ഏരിയ മൊത്തം ഇവർ കയറ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ
ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മൈസൂർ ഭരിച്ചിരുന്ന വാടിയ രാജവംശത്തിൻ്റെ കാലത്താണ് മൈസൂർ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത്. അംബാവിലാസ് കൊട്ടാരം എന്നാണ് ഇതിനെ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നത്. 14-ാം നൂറ്റാണ്ടിലാണ് വാടിയ രാജവംശം ഇത് നിർമ്മിച്ചത്. എന്നാൽ പിൽക്കാലത്ത് പലതവണ ഇത് തകർക്കപ്പെടുകയും ഒരിക്കൽ വലിയ അഗ്നിക്കിരയാവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് തവണ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തകർക്കപ്പെട്ടതിനെല്ലാം ശേഷം 1897 നാം ഇന്ന് കാണുന്ന കൊട്ടാരം നിർമ്മിച്ചത്. 1912 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച വാസ്തുവിദ്യയുടെ പേരാണ് ഇൻഡോർ സാർസനിക്. ഇൻഡോർ സാർസനിക് എന്ന് വെച്ചാൽ ഹിന്ദു, ഇസ്ലാം, രജപുത്ര, ഗോത്തിക് വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ്. വലിയ ഉദ്യാനത്താൽ ചുറ്റപ്പെട്ട മൈസൂർ പാലസിന് 3 നിലകളായിട്ടുള്ള മന്ദിരമാണ് ഉള്ളത്. ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഹെൻറി എർവിൻ എന്ന വാസ്തുശില്പിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അങ്ങനെ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ദേവരാജ മാർക്കറ്റിലേക്കാണ്. മൈസൂരിലെ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റാണ് ദേവരാജ മാർക്കറ്റ്. ദേവരാജ മാർക്കറ്റിൽ പോകുന്നതിന് മുന്നേ നമ്മൾ മൈസൂരിലെ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ഷോപ്പായ മഹാലക്ഷ്മി സ്വീറ്റ്സിലേക്കാണ് പോയിട്ടുണ്ടായത്. നിങ്ങൾ ക്വാളിറ്റി ആണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 100% അഷ്യൂറൻസ് തരുന്നതായിരിക്കും. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള മൈസൂർ പാക്ക് ഉണ്ട്, പേഡാസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടത് എല്ലാ ടൈപ്പ് സ്വീറ്റ്സും ഈ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇവിടുന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആക്കിയിട്ടുള്ള ഒരു ബദാം മിൽക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ടേസ്റ്റി. 50 റുപ്പീസ് ആയിരുന്നു ബദാം മിൽക്കിന് ഉണ്ടായത്. അങ്ങനെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറം തന്നെയുള്ള ദേവരാജ മാർക്കറ്റിലേക്കാണ് പോയിട്ടുണ്ടായത്. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വീറ്റ് ഷോപ്പിൻ്റെ ഒരുപാട് ദൂരെയായിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായത്. അവിടെ നിന്ന് നമ്മൾ സ്വീറ്റ് ഷോപ്പ് കയറിയിട്ട് അതിനുശേഷം മാർക്കറ്റിലേക്ക് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേവരാജ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ ഒരു മാർക്കറ്റ് കിട്ടും. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മട്ടൺ സ്റ്റാൾസും ഉണ്ട്. നമ്മൾ ഫ്രൂട്ട്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ, വെജിറ്റബിൾസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നമ്മളിപ്പോൾ നേരെ യാത്ര ചെയ്തിരിക്കുന്നത് കണ്ണൂരേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൈസൂർ ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ബൈ.